ഈ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കൃഷി പടവലം ഉണ്ടായി കിടക്കുന്നത്. കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള കണിവെള്ളരിയും കണിമത്തനും പിന്നെ പടവലവും ഒക്കെ റെഡിയാണ്. വേറെ കാര്യമുണ്ട്, ഞങ്ങളുടെ പാടത്തുനിന്ന് എള്ളു വരച്ച് എള്ളുണ്ട് ഉണ്ടാക്കും. ഇതിന്റെ മെയിൻ റെസിപ്പി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പാടത്ത് ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ പൊട്ടുവെള്ളരിയാ. പിന്നെ ഇത്തിരി എന്തെങ്കിലും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മാത്രം അമ്മ ഇച്ചിരി ഏലക്കപ്പൊടിയും ഇച്ചിരി പാലും പഞ്ചസാര. അത് ഞങ്ങളുടെ പശുവിന്റെ പാല് തന്നെ, നാടൻ സാധനം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന അച്ഛന് തന്നെ ആദ്യം കൊടുക്കുക. അച്ഛാ, ഇവിടെ പിന്നെ ആര് ഗസ്റ്റ് വന്നാലും ഞങ്ങൾ ഈ സാധനം കൊടുക്കും. ഈ ഒരു ചൂട് സമയത്ത് എല്ലാവർക്കും ഭയങ്കര ആശ്വാസം. പാല് കണ്ട, ഇത് മായ എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇത് നല്ല നീളം വയ്ക്കും. അതൊരു 600-700 ഗ്രാം വരെ തൂക്കം ഉണ്ടാകും ഒരെണ്ണം. അത് കർഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാഭമുള്ള കൃഷിയാണ്. ഇപ്പൊ ഒരു 2 കിലോയ്ക്ക് മേലുണ്ട്. അതെ, ഒരു 2 കിലോയ്ക്ക് മേലുണ്ട്. തത്ത നമ്മളെ ഇത് കണ്ടോ, മണി ഇട്ടേച്ച് തിന്നുവെച്ചോ, ഒരു കാമ്പ് തൊലി മാത്രം ഇട്ടേച്ച് പോവാ. നമ്മളോർക്കും പയറാണെന്ന് ഓർക്കും, ചെന്ന് കിള്ളാൻ ചെല്ലുമ്പോ അതിനകത്ത് കാമ്പില്ല. കണ്ട 4 പയറുണ്ടെങ്കിലും നമുക്ക് ഒരു കറിക്ക് അടുക്കളക്കാരി തന്നെ നല്ല ടേസ്റ്റുമാണ്. പീച്ചിൽ കൃഷി വളരെ ലാഭകരമുള്ള കൃഷിയാണ്. നല്ല ഇനം വിത്താണെങ്കിൽ ഇത് മഹിക്കോ എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡാണ്. പീച്ചിൽ ഇപ്പൊ 50 രൂപ നമ്മുടെ കയ്യിൽ തരും. 50 രൂപ വെച്ച് കർഷകന് കിട്ടുന്നുണ്ട്. അതിൽ കുറയില്ല എന്നാണ് എനിക്ക് ധാരണ. കാരണം എല്ലാ കർഷകർക്കും അങ്ങനെ കിട്ടിക്കാണും. കൃഷിക്കൊന്നും നഷ്ടമില്ല. കണ്ട 2 എണ്ണം ഒരു കിലോയ്ക്ക് മേലുണ്ട്. 2 എണ്ണം 1 കിലോയ്ക്ക് മേലുണ്ട്. 50 രൂപയുടെ സാധനമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കണത്. ഇതിന് ഒരു നഷ്ടവും ഇല്ല. പിന്നെ പിന്നെ കൃഷി ചെയ്യണ എല്ലാത്തിനും ഒരു രീതിയിൽ ചിലപ്പോൾ വിളവ് കിട്ടിയില്ലെന്നവരും, അത് സ്വാഭാവികമാണ്. നമ്മൾ ഒരെണ്ണത്തിന് വിളവ് കുറഞ്ഞാൽ പോലും അടുത്തതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ സെക്ഷനിലും ബീച്ചിലുണ്ട്, അപ്പുറത്ത് പടവലുണ്ട്. എന്നാലും ശരി, ഈ ബീച്ചിൽ തന്നെ ഞാൻ ഒരു 1.5 ഒരു 25-30 കിലോ ആവറേജ് ഞാൻ ചെത്തുന്നുണ്ട്. പാവൽ ഇപ്പോൾ 15 കിലോകളും 2 ദിവസം കൂടുമ്പോൾ അത് ചെത്തുന്നുണ്ട്. പിന്നെ പടവലം അതൊന്നുമല്ല, പടവലം 50 കിലോ 60 കിലോ ഒക്കെ ചെത്തുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സെക്ഷൻ പയറാണ്. പയറോടെ ഇപ്പൊ കായ്ച്ചു വരണതേ ഉള്ളു. പയറ് എല്ലാം കൂടി കൂട്ടിയ ഒരു കുടുംബത്തിന് കഴിച്ചു പോകാൻ വേറെ വല്ലതും വേണ? ഇതിൽ കൂടുതൽ വേണ്ടല്ലോ. എല്ലാം കൂടി കൂട്ടിയ ഞങ്ങൾക്ക് ആവറേജ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചു പോകാൻ ഒരു മാർഗമാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മളെ കുടുംബജീവിതം നയിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അതിജീവിച്ച് പോകാൻ പറ്റും. മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ലാഭകരമായിട്ട് 3 മക്കളെ എല്ലാവരും ഡിഗ്രി പഠിപ്പിച്ച്, ഒരാളിപ്പോൾ പിന്നെ യൂറോപ്പിലാണ്, ഒരാൾ ജോലി ഉണ്ട്, 3ാമത്തെ ആൾ BCom കഴിഞ്ഞിട്ട് ഇപ്പോൾ PSCക്ക് പോകുന്നു. ഇതൊക്കെ ഉണ്ടായതും ഇപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്ത് വസ്തു വാങ്ങിച്ചതും ഞങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു റോഡിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരാനുള്ള മാർഗ്ഗം ഇല്ലായിരുന്നു. അത് വലിയൊരു സന്തോഷമായി. ഒരുപാട് വർഷങ്ങൾ അങ്ങനെ ഞങ്ങൾ റോഡ് നേരെ കുറച്ചുപേര് വന്ന റോഡിൽ കൊണ്ട് ചുമന്ന് കൊടുക്കണായിരുന്നു. നേരത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് ചുമന്ന് പിന്നെ റോഡിൽ കൊടുക്കാനാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടി. അതെ, അതാണ് നമ്മൾ ഇതിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാ. പയറിന്റെ കാര്യത്തിൽ ഇച്ചിരി പരാജയമായിപ്പോയി. അത് എനിക്ക് തോന്നുന്നു ഇത് നാംതാര എന്ന ഇനത്തിൽപ്പെട്ടതായിരുന്നേ. ഇത് നല്ല നീളവും വയ്ക്കണ കണ്ടോ, നല്ല പയറാണ്. കർഷകനെ സംബന്ധിച്ചൊക്കെ നല്ല തൂക്കം കിട്ടുന്ന പയറാണ്. അത്രയും നീളം വയ്ക്കാൻ നല്ല ഒരുപോലെ നിൽക്കുന്ന പയറായിരുന്നു. ഉണ്ട് 1 മീറ്റർ പയറൊക്കെ ഉണ്ട്. ഇത് അല്ല, കഞ്ഞിക്കുഴിയുടെ അല്ല സുരേഷ്, ഇതൊരു 1 മീറ്റർ അല്ല. നമ്മള് വലിയ കുഴപ്പം പറയാൻ പറ്റിയല്ല. പക്ഷെ ഇതിനെ പിന്നെ ഇപ്പൊ കർഷകരെ പൊതുവെ ഈ പയർ കൃഷി വലിയ താല്പര്യം ഈ സമയങ്ങളിൽ കാണിക്കുന്നില്ല. അതെ, ഇത് കണ്ടോ, ഇതില് തത്ത അടിച്ചിട്ട് പോകുന്നേ. ഇത് മുഴുവൻ തത്ത തിന്നതാ, മനസ്സിലായേ? അതങ്ങനെ ഒരുപാട് നഷ്ടം വരും നമുക്ക്. എന്നാലും അവർക്കും കഴിക്കണ്ടേ അല്ലേ? അവർക്ക് വിശക്കുമല്ലേ. നമ്മളും കുറച്ചു പേര് ഇങ്ങനെ അവരെ പയറും വെണ്ടയൊക്കെ അവരും തിന്നും, അതിന്റെ ബാക്കി ഞങ്ങളും എടുക്കും.
അത് നിറച്ചു കുടിക്കും. പിന്നെ ഇതാ നമ്മുടെ എനർജി ഡ്രിങ്ക. ഞങ്ങള് ദിവസം 2-3 ഗ്ലാസ് ഞാനാണ് കുടിക്കും. എനിക്ക് ഒരു മടുപ്പും ഇല്ല ഇതിനൊന്നും. എന്താണെന്നറിയാൻ പറ്റും. ഞങ്ങളുടെ സ്വന്തം സാധനം, ഞങ്ങളുടെ സ്വന്തം സാധനം നമ്മൾ വേറെ മേടിച്ച് നമുക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുപാട് ലേറ്റ് ആവും. ഞങ്ങൾ പാടത്തോട്ട് ഇറങ്ങുന്ന പറഞ്ഞേ. അപ്പൊ ഈ പാടത്തുനിന്ന് കിട്ടുന്ന ഈ സാധനമൊക്കെ ഞങ്ങൾ ആദ്യം കഴിക്കുന്നത്. സീസണൽ കൃഷിയാണ്. നമുക്ക് ഈ ചൂട് കാലത്ത് മാത്രം ഇത് കൃഷി ചെയ്യുന്നത്. പിന്നെ തണ്ണിമത്തനെ പോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് ആവശ്യക്കാരുള്ളതാണ് ഈ സാധനത്തിന്. നമുക്ക് അത്യാവശ്യം ലാഭകരമാണ് അല്ലേ അച്ഛാ? പിന്നെ ലാഭകരം അല്ലെങ്കിൽ ഇതിന്റെ പൈസയുടെ ഇടപാടൊക്കെ അച്ഛനാണ്. പിന്നെ ഞങ്ങക്ക് നോക്കിയ പച്ചമുളക് കൃഷി അതിനിടക്ക് ഒരു നമുക്ക് കുടിക്കാനും പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. സീസണൽ കൃഷി ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പാലിനൊക്കെ വരുന്ന ആൾക്കാർക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കടയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവർക്കെടുത്ത് കൊടുക്കും. പിന്നെ അതെ, നമ്മൾ ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ നാട്ടുകാർ ഹെൽത്തി ആയിരിക്കണം. ഇവളുടെ പേര് മുത്തുമണി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവള് രണ്ടാമത്തെ പ്രസവത്തിന് ഇപ്പൊ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഒരു 9 മാസം ആകാൻ പോണ്. ഇപ്പൊ ആദ്യ പ്രസവത്തിൽ തന്നെ ഒരു 13 ലിറ്റർ പാലുണ്ടായിരുന്നു. ഇത് HF എന്ന ഇനത്തിൽപ്പെട്ട പശുവാണ്. ഇങ്ങനെയുള്ള നമ്മൾ ഹൈബ്രിഡ് എണ്ണത്തിൽപ്പെട്ട പശുക്കളാണെങ്കിൽ വൻ ലാഭമാണ് കർഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പിന്നെ വേറെ ഒരു ദോഷം കൂടി ഉണ്ട് കേട്ടോ. ഈ ഹൈബ്രിഡ് പശുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ഇപ്പോൾ ഈ സമയത്ത് നല്ല ശരിക്കും ശ്രദ്ധ വേണമെന്ന് വെച്ചാൽ തണുപ്പിൽ നിൽക്കണം. നിൽക്കണം. പിന്നെ ഒരുപാട് ചൂടടിക്കാത്ത തരത്തിൽ നിൽക്കണം. അങ്ങനെ ചൂടടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് താങ്ങാൻ പറ്റില്ല. അമിത ചൂട് താങ്ങാൻ പറ്റില്ല. അതിപ്പോൾ ദോഷങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ മുൻകരുതൽ എന്ന നിലയിൽ ആ ചൂടിനെ അതിജീവിക്കാനുള്ള മാർഗം അവലംബിക്കണം. കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അത് കുറെ വർഷമായിട്ട് കാണുന്നതാണ്. പിന്നെ കൃഷിയുണ്ട്. പാടത്ത് അച്ഛൻ കൃഷി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ തുടങ്ങിയാണ്. ഇപ്പം ജോലി കിട്ടിയെങ്കിലും നമുക്ക് ആ കൃഷിയോടുള്ള ഇഷ്ടം അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. അതെ, ബ്ലഡിലുണ്ട്. കൃഷി ഇപ്പോൾ തുടങ്ങിയിട്ടത് ഇവിടെ ചെറുപ്പത്തിലെ മുതൽ കൃഷിയുണ്ട്. ഇത്ര വ്യാപകമായില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു 10-30 വർഷത്തിൻ്റെ അധികമായി. ഇതിപ്പോൾ മായ എന്നൊരു ഇനത്തിൽപ്പെട്ട പടവലാണ്. പിന്നെ പാവലാണ്. മായ നല്ല നീളം വയ്ക്കും, നല്ല കനമുണ്ടാകും. അത് നല്ല വിളവ് നോക്കിക്കേ, നല്ല വിളവാണ് അത് കിട്ടണത്. ഇതൊരു 40-45 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല പിന്നെ ഗുണനിലവാരമുള്ള പാവലുമാണ്. ഇത്രയും വെയിറ്റും ഉണ്ടാകും. ഇത് നീളത്തില്ല കണ്ട കാക്കിലല്ല, ഒരു 600 ഗ്രാം വരെയൊക്കെ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ പടവലം. ഇപ്പം അതിനെ സംബന്ധിച്ചില്ലേ, ഇപ്പം ഇത് വേവി പടവ വൈറ്റ് ഷോട്ട് എന്ന് പറയും. വൈറ്റ് ഷോട്ട് ഇത് ഒരു 600 ഗ്രാം അല്ലെങ്കിൽ 400, അതിൽ കൂടുതൽ അപ്പുറത്ത് പോകത്തില്ല. ഒരു 2 അംഗ കുടുംബത്തിനൊക്കെ ഇത് തന്നെ ധാരാളം. 2 അല്ല 3 ആയാലും അത് ധാരാളം. വെക്കണ്ട, അതിൽ കേടായി പോകത്തുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും. അതാണ് ഈ പടവലത്തിൻ്റെ പ്രത്യേകത. എനിക്കിപ്പോൾ ഒരു 7 പശുക്കളുണ്ട്. 7 പശുക്കളെന്ന് വെച്ചാൽ അതിൽ 4 പേര്, അതിൽ 2 പേര് കറക്കുന്നുണ്ട്. മൊത്തം 7 എണ്ണം ഉള്ളത്. അപ്പോൾ 2 പേരെ ഇപ്പോൾ കറക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം 8 മാസം 7 മാസം 4 മാസമൊക്കെ ചാന ഉള്ള പശുക്കളാണ്. അപ്പോൾ ഞാൻ ഇവരുടെ നേരത്തെ തന്നെ ഗോമൂത്രം പിടിച്ചു വയ്ക്കും. ഗോമൂത്രം നമ്മുടെ ടിന്നിലാക്കി 200-ൻ്റെ ബാരലിൽ നിറച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഒരു ലിറ്ററിന് ഗോമൂത്രത്തിന് ഒരു 10 ലിറ്റർ വെള്ളം കൂടി ചേർക്കും. 10 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടാണ്. അതെ. ഫസ്റ്റിലെ ഇത് നട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഗോമൂത്രം മിക്സായിട്ട് കയറ്റി വിടും. ഇതിപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് കേട്ടോ. നമ്മുടെ കൈ നനയല്ല, ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യണത്. അപ്പോൾ അതിൽ കൂടെ പൈപ്പിൽ കൂടെ നമ്മൾ കടത്ത് വിടുകയാണ്. അപ്പോൾ എല്ലാവരും പണ്ട് പറയുമായിരുന്നു യൂറിയ കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്യണമെന്ന്. അതൊന്നും അല്ലത്. നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് കൃഷി ചെയ്യണത്. ഈ കൃഷിയിൽ നിന്നേ നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് പലതും നേടാൻ കഴിയുക. അങ്ങോട്ട് പുറകെ സൂക്ഷിക്കണേ. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ചെളിയും വെയിലും മഞ്ഞൊന്നും ഞങ്ങൾ എന്നും ഇതിനായിട്ട് ഇറങ്ങണതല്ലേ സുരേഷേ.
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ നഷ്ടം വന്ന ഒരു പ്രശ്നമേ ഇല്ല സുരേഷേ. കൃഷിയെ നമ്മൾ അതുപോലെ സ്നേഹിക്കണം. ഇത് കണ്ട ഇപ്പോൾ അത് എന്തോരം ഒരു 750 ഗ്രാമെങ്കിലും ഇല്ല സുരേഷ് അത്. ഇത് ഇപ്പം മായയാണേ. എന്ത് വില കിട്ടുന്നുണ്ട് ഇതിനൊക്കെ? ഇതിനൊക്കെ ഇപ്പോൾ 50 രൂപ നമുക്ക് മാർക്കറ്റിൽ തരും. ഇപ്പോൾ പാവലിന് കർഷകർ കിട്ടും. എനിക്ക് ഇത് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലുണ്ടോ എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഒരു കച്ചവടക്കാരൻ അയക്കും എന്തെങ്കിലും കിട്ടണമല്ലോ, അതിന് വേണ്ടിയാണുള്ളത്. ഇത് ജൈവമാണിത്. ഇതൊരു കേടുമില്ലാത്ത ലൈവായിട്ടിത് കാണുന്നവർ നോക്കുക. ഇത് ഒരു പ്രശ്നമില്ലാത്ത ഒരു വിഷവും ഇല്ലാത്ത ഒരു പാവയ്ക്കയാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് നല്ല മാർക്കറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ നമ്മൾ വിലപേശി കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല വിളവുണ്ട്, നോക്കിക്കോ. നല്ല വിളവാണ്. അതിൽ കുഴപ്പമില്ലാത്ത തരത്തിലുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലൊരു വില വല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ അധികരിച്ച ചൂട് വന്ന കാരണം പയർ കൃഷിക്ക് വളരെ പൂത്തതല്ലാതെ കായ്ച്ചില്ല. കാലാവസ്ഥ വ്യതിയാനം കർഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ഒരു നഷ്ടമാണ്. അത് ഈ വർഷം കൂടുതലായിപ്പോയി. ഈ വർഷം മഴയാണ് കൂടുതലായിട്ട് ചതിച്ചത്. ആദ്യമേ കർഷകരൊക്കെ വളരെ പിന്നോട്ട് നേരിട്ടുണ്ട്. ഇതെടുത്തിട്ടേ ആ പൊട്ടുപുള്ളിൽ എടുത്തിട്ട് 40 കിലോ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അത് അതല്ല, ആവശ്യക്കാരനുസരിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത് കടക്കാരായാലേ അവിടെ ഇരുന്നോളുമില്ല. ഒരു ദിവസം കച്ചവടം ഇപ്പം നടന്നില്ല എന്നും പറഞ്ഞ് ഇത് വിളവെടുത്ത് കൊടുക്കണതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ.